മുന്നോട്ടു പോകുവാൻ തീരയേറുമ്പോഴും തീരം കാണാത്തപ്പോഴും വിളിച്ചവൻ മുന്നിലുണ്ടേ. ഇരുളും തിരയും മാറും വിളിച്ചവൻ മുന്നിലുണ്ടേ. ഇരുളും തിരയും മാറുമേ. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായി ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ടതും വിലയേറിയതുമായ നല്ല സമയത്തിനായി അങ്ങ് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ഇത്രത്തോളം കൊണ്ടുവന്നല്ലോ അപ്പാ, ഞങ്ങൾക്ക് ഒരു ദിവസം കൂടി ദാനമായി തന്നല്ലോ അപ്പാ. ഞങ്ങളുടെ യോഗ്യതകളോ കഴിവുകളോ ഒന്നുമല്ല, അങ്ങയുടെ ദാനമെന്നറിയുന്നു. ഞങ്ങളെ മുറ്റുമായി ഞങ്ങളുടെ കരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. ദൈവദാസന്മാരെ, കർത്താവെ, അങ്ങയുടെ അഭിഷിക്തരെ, കർത്താവ് എല്ലാ ദൈവദാസന്മാരെയും അടിയനെയും അങ്ങയുടെ കരങ്ങളിൽ താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ക്രൂശിന്റെ മറവില് ഞങ്ങളെ മറച്ചു കൊള്ളണമേ. ഒന്നും മറച്ചു വെക്കാതെ എല്ലാം അങ്ങ് പ്രസ്താവിക്കുവാനുള്ള കൃപ തരണമേ. ബലത്തോടെ നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സൗഖ്യം നൽകണമേ കർത്താവെ. വിടുതലിൻ ദൈവം പ്രത്യക്ഷപ്പെടണമേ എന്ന് അപേക്ഷിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് കേട്ട് തരമരുളുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ. കർത്താവിനെ ശക്തമായി സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വായിച്ച വാക്യം അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 9-10 വാക്യങ്ങളാണ്. വൈദ്യനും ദൈവത്തിന്റെ ദാസനുമായ ലൂക്കോസ് AD 62 എഴുതി പൂർത്തിയാക്കി എന്ന് കരുതപ്പെടുന്നതാണ് അപ്പോസ്തലനായ പൗലോസിന്റെ പുസ്തകം. ഓക്കെ, അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 4 സുവിശേഷങ്ങൾക്ക് ശേഷം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകമാണ് അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം. 28 അധ്യായങ്ങളുള്ള ഈ പുസ്തകത്തിൽ 1 മുതൽ 12 വരെയുള്ള ഭാഗങ്ങൾ അപ്പോസ്തലനായ പത്രോസിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും 13 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത്. എഴുത്തുകാരനായ ലൂക്കോസ് അപ്പോസ്തലനായ പൗലോസിന്റെ കൂടെ കുറെ കാലം സഹപ്രവർത്തകരായി ശുശ്രൂഷിച്ചു എന്നും അതുപോലെ തന്നെ അപ്പോസ്തലനായ പത്രോസിനെ നേരിൽ കണ്ട് അദ്ദേഹത്തിന് ശുശ്രൂഷയിൽ കൂടെ നിൽക്കുവാനും നേരിട്ട് സംസാരിക്കാനും മറ്റ് അപ്പോസ്തലന്മാരോടുമൊക്കെ ഇടയായി എന്ന് ചരിത്രരേഖകൾ പറയുന്നു. ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു എന്നതാണ് ഈ പുസ്തകത്തിലുടനീളം വരച്ചു കാട്ടിയിരിക്കുന്നത്. യേശു കർത്താവിനെ ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു എന്ന് ഈ പുസ്തകത്തിലുടനീളം യേശു കർത്താവിനെ വരച്ചു കാട്ടിയിരിക്കുന്നു. സഭയുടെ വളർച്ച എന്ന പ്രധാന ആശയമാണ് ഈ പുസ്തകത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്നത്. ശരി, നമ്മൾ വായിച്ച വേദഭാഗം നമ്മൾ ചിന്തിക്കുന്നതിന് മുന്നമേ നമുക്ക് അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകത്തില് നമുക്ക് 7-ാം അധ്യായം അതിന്റെ 60-ാമത്തെ വാക്യം ഒന്ന് നോക്കി പോകാം. ഒന്ന് വായിക്കാമോ? 7-ാം അധ്യായം അതിന്റെ 60-ാമത്തെ വാക്യം. അവനോ മുട്ടുകുത്തി, കർത്താവേ, അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവർ നിദ്ര പ്രാപിച്ചു. ഒരു വിശുദ്ധന്റെ മരണമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിശുദ്ധനായ സ്തേഫാനോസിന്റെ മരണമാണ് ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിശുദ്ധനായ സ്തേഫാനോസ് മരിച്ചത് കല്ലേറിനാലാണ്. ന്യായപ്രമാണ പ്രകാരം കല്ലെറിഞ്ഞു കൊല്ലുന്ന 2 കാരണത്താലാണ്. ഒന്ന്, രാജ്യദ്രോഹമോ ദൈവദ്രോഹമോ ചെയ്തവരെ കല്ലെറിഞ്ഞു കൊല്ലും. ഇദ്ദേഹത്തെ കല്ലെറിഞ്ഞു കൊന്നത് രാജ്യദ്രോഹമോ ദൈവദ്രോഹമോ ഒന്നും ചെയ്തതല്ല. അപ്രകാരം പറയുമ്പോൾ കല്ലെറിഞ്ഞു കൊന്ന 2 സാഹചര്യങ്ങളും കൂടി ഞാനൊന്ന് പറഞ്ഞു പോകാം. ആഖോർ താഴ്വര, യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം 25-ാമത്തെ വാക്യം വായിക്കുമ്പോൾ 21 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ആഖോർ താഴ്വര എങ്ങനെ ഉണ്ടായെന്ന് അറിയാം അല്ലെ. ബാബിലോണ്യ വസ്ത്രങ്ങളെയും 200 ഷെക്കേൽ വെള്ളിയും 50 ഷെക്കേൽ പൊൻകട്ടയും ഈ ആഖാൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ കൂടാരത്തിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചു. ഇത് ദൈവത്തിന്റെ കോപത്തിന് കാരണമായി എന്ന് കാണാം. ദൈവത്തിന്റെ കോപത്തിന് കാരണമായപ്പോൾ ഈ മനുഷ്യനെ കണ്ടുപിടിച്ച് ഈ വസ്തുക്കൾ ചുട്ടുകളെ ഈ മനുഷ്യനെ കല്ലെറിഞ്ഞു കൊല്ലുവാനും ദൈവം ഇടപെട്ടു. അങ്ങനെ യോശുവയും സംഘവും ഇദ്ദേഹത്തിന് അങ്ങനെ കൊന്നു. അങ്ങനെ ഒരു ആഖോർ താഴ്വര ക്രിയേറ്റഡ് ആയി അല്ലെ, ആഖോർ താഴ്വര. അപ്പൊ ദൈവത്തിന്റെ കോപം ഉണ്ടായാല് അവനെ എന്ത് ചെയ്യണം? കല്ലെറിഞ്ഞു കൊല്ലണം. ഇനി രാജ്യദ്രോഹം ചെയ്യുകയാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യണം. മോലേക്കിന് തന്റെ തലമുറകളെ അർപ്പിക്കുന്നവനെ എന്ത് ചെയ്യണം?
കല്ലെറിഞ്ഞു കൊല്ലേണം. അപ്പൊ രണ്ട് കാര്യങ്ങൾ കല്ലെറിഞ്ഞു കൊല്ലേണ്ടത്. പക്ഷെ വിശുദ്ധനായ സ്തേഫാനോസിനെ എന്തിനാണ് കല്ലെറിഞ്ഞു കൊന്നത്? അദ്ദേഹം പറഞ്ഞത് എന്താണ്? അദ്ദേഹം സുവിശേഷമാണ് പറഞ്ഞത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സുവിശേഷം പറഞ്ഞാൽ കല്ലെറിഞ്ഞു കൊല്ലേണ്ട കാര്യമുണ്ടോ? ഹല്ലേലൂയ. സുവിശേഷം അറിയാമോ? യേശു കർത്താവ് ദൈവപുത്രനാണെന്നും യേശു കർത്താവ് ദൈവമാണെന്നും ഭൂമിയിൽ വന്ന് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു. അതിനുശേഷം വീണ്ടും വിശുദ്ധ സഭയെ ചേർക്കാൻ വരുമെന്നുള്ള സുവിശേഷം അദ്ദേഹം പറഞ്ഞു. ഈ സുവിശേഷം ആർക്കിഷ്ടമായില്ല? അന്ന് അവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാർക്ക് ഈ സുവിശേഷം ഇഷ്ടമായില്ല. ഒരു നസറായ മതം ഉണ്ടാക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. അവർക്ക് ഇത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അവരെന്തായി? അവർക്ക് വല്ലാത്ത ഇറിറ്റേഷൻ വന്നിട്ട് അവര് അദ്ദേഹത്തെ കല്ലെറിഞ്ഞു കൊല്ലുന്ന സാഹചര്യം വരെ എത്തി. 8-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഒരു മനുഷ്യൻ ഇത് സമ്മതമായി എന്ന് കാണാം. ഏത് മനുഷ്യനാണ് സമ്മതമായതെന്ന് അറിയാമോ? ശൗൽ എന്ന പുരുഷൻ ഇത് സമ്മതമായി. ഈ ശൗലിനെ കുറിച്ചൊന്നും പറയാതെ പോകുന്ന തരമില്ല. ഈ മനുഷ്യനെ കുറിച്ച് പറഞ്ഞാല് ഈ മനുഷ്യന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാവോ? ഇദ്ദേഹം ബെന്യാമീൻ ഗോത്രത്തിൽ ജനിച്ചവനാണ്. അതുമാത്രമല്ല, ഗമാലിയേലിന്റെ കീഴിൽ വിദ്യ അഭ്യസിച്ചവനാണ്. ഉന്നത വിദ്യാഭ്യാസമുള്ള മനുഷ്യൻ, റോമ പൗരത്വമുള്ള മനുഷ്യൻ. പക്ഷെ ഒറ്റ കുഴപ്പം, ഇദ്ദേഹത്തിന് സുവിശേഷം ഇഷ്ടമല്ല. അങ്ങനെ കുറച്ചു പേരുണ്ട്. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ട്, നല്ല എഡ്യൂക്കേഷൻ ഉണ്ട്. പക്ഷെ എന്തിഷ്ടമല്ല? സുവിശേഷം ഇഷ്ടമല്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ചിലർ അങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ അവരോട് പറയാനായിട്ട് ചെന്നാൽ അവർക്ക് എന്ത് കേൾക്കണ്ട? സുവിശേഷം ഒന്നും കേൾക്കണ്ട. നിങ്ങൾ ഞങ്ങളുടെ വിഷയങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചല്ല മറുപടിയോ അല്ല ദൂതമോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഞങ്ങൾക്ക് ഈ സുവിശേഷം ഒന്നും ഞങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവരണ്ട. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഓക്കെ, നമ്മളിപ്പോ നമ്മുടെ ഫ്രണ്ട്സോ ഒരു ഉദാഹരണമായി പറഞ്ഞാല് രക്ഷിക്കപ്പെടാത്ത നമ്മുടെ റിലേറ്റീവ്സോ എല്ലാവരുമായിട്ട് കൂടുമ്പോൾ നമുക്ക് പൊളിറ്റിക്സ് സംസാരിക്കാം, ഭൗതിക കാര്യങ്ങൾ, ഫിനാൻഷ്യലിയും എനിത്തിങ് നമുക്ക് അവരോട് ഡിസ്കസ് ചെയ്യാം. പക്ഷെ സുവിശേഷം അവരോട് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. ഹല്ലേലൂയ. എന്തുകൊണ്ടാണെന്നറിയോ? അവിടെ എവിടെയും പറയേണ്ടതല്ല സുവിശേഷം. പറയേണ്ടവനോട് പറയേണ്ട സമയത്ത് പറയേണ്ടതാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഓക്കെ, നമുക്ക് മടങ്ങി വരാം. അപ്പോസ്തലനായ പൗലോസ്, നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു, ഇദ്ദേഹത്തിന് ഇത് ഇഷ്ടമായില്ല. ഇദ്ദേഹം എന്ത് ചെയ്യുന്നറിയോ? യെരൂശലേമിലേക്ക് കടന്നുപോയി. ഹല്ലേലൂയ. യെരൂശലേമിൽ ചെന്നിട്ട് സഭ വിശ്വാസികളെ, അതായത് ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരോ സ്ത്രീകളോ ഉണ്ടെങ്കിൽ അവരെ പിടിച്ച്, അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ഓരോ വീട്ടിലും കടന്നു ചെന്ന് ഈ സ്ത്രീകളെയും പുരുഷന്മാരെയും പിടിച്ച് അദ്ദേഹം നന്നായി പീഡിപ്പിക്കുകയും ദേഹോപദ്രവം ഏൽപ്പിക്കുകയും കാരാഗ്രഹത്തിൽ അടയ്ക്കുകയും ചെയ്തു പോന്നു. അങ്ങനെ സഭയെ നന്നായി മുടിപ്പിച്ചു പോന്നു. ഈ മനുഷ്യൻ സഭയെ മുടിച്ചു പോന്നു എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോസ്തലന്മാരൊഴികെയുള്ള ബാക്കി സകല മനുഷ്യരും, ഈ വിഭാഗത്തിലായ മനുഷ്യർ സകലരും യഹൂദിയയിലും ശമര്യയിലുമായി ചിന്നിച്ചിതറിപ്പോയി എന്നാണ് വേദഭാഗം പറയുന്നത്. ഹല്ലേലൂയ. അവർക്ക് നിലനിൽക്കാൻ കഴിഞ്ഞില്ല. ഈ പീഡകൾ വളരെ കൂടുതലായപ്പോൾ അവർക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല എന്ന് നമുക്ക് കാണാം. അങ്ങനെ തന്നെ നമ്മൾ താഴേക്ക് വായിച്ചു വരുമ്പോൾ ഈ മനുഷ്യൻ അത് കൊള്ളാമല്ലോ, ഇവരെയൊക്കെ നന്നായിന്ന് പീഡിപ്പിച്ചത് കൊള്ളാമല്ലോ, അപ്പൊ പിന്നെ അടുത്ത പട്ടണത്തിലേക്കും കൂടെ ഒന്ന് പോകാം. ഇപ്പോ വളരെ നന്നായി യെരൂശലേമിലേക്ക് ഒന്നും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്, ഇനി ഞാൻ അടുത്ത പട്ടണം ഒന്ന് നോക്കി പോവാം. ഇദ്ദേഹം എന്ത് ചെയ്തു? ദമസ്കോസിലേക്ക് യാത്ര തിരിച്ചു. ദമസ്കോസിലേക്ക് പോകുന്നതിന് മുമ്പ് മഹാപുരോഹിതന്റെ കയ്യിൽ നിന്നും അദ്ദേഹം അധികാരപത്രം വാങ്ങി. അല്ലെ, സകല പള്ളികളിൽ എന്നാണ് അതിന്റെ അർത്ഥം. ഒന്നിൽ നിന്നല്ല, പലരിൽ നിന്നും ഇദ്ദേഹം അധികാരപത്രം, മഹാപുരോഹിതന്റെ കയ്യിൽ നിന്നും അധികാരപത്രം ശേഖരിച്ച് ദമസ്കോസിലേക്ക് ഇദ്ദേഹം യാത്ര തിരിച്ചു. ദമസ്കോസിന്റെ പടിവാതിൽ കൈവച്ചല്ലേ സമീപത്തെത്തിയപ്പോൾ ഇദ്ദേഹം കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്നുണ്ട്. കൂടെ ധാരാളം സഹായികളുണ്ട്. അവിടെ ഇദ്ദേഹം യാത്ര ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ആകാശത്തു നിന്നും ഒരു വലിയ വെളിച്ചമുണ്ടായി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ, ഹല്ലേലൂയ. ദൈവിക സന്ദർശനം ഈ മനുഷ്യനുണ്ടായി. ഞാനൊന്ന് പറയട്ടെ, ഈ സമയം ഞാനൊന്ന് ചേർക്കാതെ പോകുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു. നമ്മളെ ആരെങ്കിലും ഒന്ന് പീഡിപ്പിച്ചിട്ട്, നമ്മളെ നന്നായി ഒന്ന് ഉപദ്രവിച്ചിട്ട്, നമുക്ക് വലിയ മാനസിക നിന്ദകളും പ്രശ്നങ്ങളും ഒക്കെ തന്നിട്ട് നമ്മൾ ചിന്തിക്കും ഇതൊക്കെ കർത്താവ് നമുക്ക് തരുന്നയാ, കർത്താവ് ഒന്നും ചെയ്യുകയില്ല എന്ന്. അങ്ങനെയൊന്നും വിചാരിച്ചേക്കരുതേ. കർത്താവ് നിത്യമായി നമ്മളെ കരുതുന്നവനാണ്. നമ്മെ ആരെങ്കിലും പീഡിപ്പിച്ചാല്, ജഡരക്തങ്ങളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, പിശാചിന്റെ പീഡനം നമുക്ക് എതിർത്ത് വന്നാല് കർത്താവ് നിശ്ചയമായൊരു സന്ദർശനം അയക്കും. ഹല്ലേലൂയ. ദൈവം അടങ്ങിയിരിക്കുന്ന ഒരു ദൈവമല്ല. ഓക്കെ, നമുക്ക് നമ്മുടെ വാക്യത്തിലേക്ക് മടങ്ങി വരാം. ഇങ്ങനെ ഒരു ആകാശത്ത് വലിയ വെളിച്ചം വന്നു എന്നാ പറയുന്നത്. ഈ വെളിച്ചത്തിനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ തന്നെ സാക്ഷ്യം പറഞ്ഞത് 26-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആകാശത്ത് നിന്ന് സൂര്യനേക്കാൾ ശോഭയുള്ള ഒരു പ്രകാശം എന്നാണ്.
വലിയൊരു വെളിച്ചം വന്നു. ഈ വെളിച്ചത്തിന്റെ ഒരു പ്രത്യേകത ഞാനൊന്ന് പറഞ്ഞു പോയേ തീരൂ. ഹാലലൂയ. അങ്ങനെ പറയണമെങ്കിൽ എനിക്ക് വെളിപ്പാടിലേക്കൊന്ന് പോകേണ്ടി വരും. 1-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം മുതൽ വായിച്ചാല് 7 നിലവിളക്കിന്റെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി മനുഷ്യ സദൃശനായ ഒരുവനെ നമുക്ക് കാണാം. ഹാലലൂയ. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഇരുന്നു. അവന്റെ കണ്ണ് അഗ്നിക്ക് തുല്യമായിരുന്നു. ഹാലലൂയ. അവന്റെ ശബ്ദമുണ്ടല്ലോ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ആയിരുന്നു. കാലുലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യമായിരുന്നു. അവന്റെ വായിൽ നിന്ന് വായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു. അവന്റെ മുഖം സൂര്യനേക്കാൾ പ്രകാശിക്കുന്നത് പോലെയിരുന്നു. ഹാലലൂയ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു കർത്താവിന്റെ വെളിച്ചം. പൗലോസേ, ശൗലായ നിനക്ക് ഹാലലൂയ ഇങ്ങനെ പീഡിപ്പിച്ചിട്ട് സുഖമായി പോകാൻ കഴിയുമോ? ദമസ്കോസിലേക്ക് നിനക്ക് എത്താൻ കഴിയുമോ? ഹാലലൂയ. നീ തൊട്ടിരിക്കുന്നത് ആരെയാ? നീ പീഡിപ്പിക്കാൻ പോകുന്നത് ആരെയാ? എന്നെയാ. ഹാലലൂയ. ദൈവം എന്നെ അനുവദിച്ചോ? നമുക്കൊന്ന് വായിച്ചു നോക്കാമോ? ഹാലലൂയ. ഇത്രയും വെളിപ്പാടിലേക്ക് ഈ ദർശനം കണ്ട യോഹന്നാൻ എങ്ങനെയായി എന്നറിയാമോ? മരിച്ചവനെ പോലെ ആയി എന്നാണ്. ഹാലലൂയ. യേശു കർത്താവിനെ എങ്ങനെ കണ്ടാൽ ആരെങ്കിലും ജീവിച്ചിരിക്കുവോ? പ്രൈസ് ദി ലോർഡ്. അപ്പൊ ശൗൽ ഇങ്ങനെയൊന്നും കണ്ടില്ല, വെളിച്ചം മാത്രമേ കണ്ടുള്ളൂ. ആ വെളിച്ചത്തിന്റെ മുമ്പിൽ നിന്ന് അവൻ വീണു. രഥത്തിൽ നിന്നാ വീണേ. ഹാലലൂയ. കുതിരയുടെ മണ്ടേന്നാ വീണേ അല്ലേ? അപ്പൊ ഇനി ഏത് എന്തോ ഉയർന്ന സ്ഥാനത്തിലിരുന്നാലും നമ്മെ ഒന്ന് പീഡിപ്പിച്ചിട്ട് പോയാല്, നമ്മെ ഒന്ന് ഉപദ്രവിച്ചു പോയാല് കർത്താവ് തൊടാതിരിക്കില്ല. ഹാലലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹാലലൂയ. അപ്പൊ അവനൊരു ശബ്ദം കേൾക്കുക. എന്താ ശബ്ദം എന്നറിയോ? ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? ഹാലലൂയ. ആമേൻ. സ്തോത്രം. നമ്മൾ എന്നെ തൊട്ട കർത്താവ് ചോദിക്കും, നീ എന്നെ തൊടുന്നത് എന്തെന്നല്ലേ? ഹാലലൂയ. നീ എന്നെ തൊടുന്നത് എന്താന്ന് ചോദിച്ചു. ഈ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പൗലോസ് പറഞ്ഞെന്താണെന്നറിയോ? കർത്താവേ, നീ ആരാകുന്നു കർത്താവേ എന്നാ ചോദിച്ചത്. ഇംഗ്ലീഷ് വേർഷനിൽ എഴുതിയിരിക്കുന്നു, യെസ് ലോർഡ്. അവനറിയാം ഇങ്ങനെ ആരെങ്കിലും തൊടണമെങ്കിൽ അത് ദൈവം തന്നെയാണ്. ഹാലലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സന്ദർശനം അവനുണ്ടായത്, ദൈവിക സ്പർശനം അവനുണ്ടായത്. ഈ തേജസ് വന്നു കഴിഞ്ഞാല് പിന്നെ കണ്ണു തുറന്ന് ആർക്കെങ്കിലും ഇരിക്കാൻ പറ്റുമോ? അവന്റെ കാഴ്ചശക്തി പോയി അല്ലേ? ഹാലലൂയ. ചുറ്റും നിന്നവരല്ല ഈ വെളിച്ചം കണ്ടുവെങ്കിലും ഈ ശബ്ദം തിരിച്ചറിഞ്ഞില്ല. ഞാനിങ്ങനെ വിശ്വസിക്കുന്ന ഈ വെളിച്ചത്തിന്റെ പൂർണ്ണരൂപം പോലും അവർ കണ്ടിട്ടുണ്ടാവില്ല, ഈ ചുറ്റും നിന്നവര് അല്ലെ? ചിലരങ്ങനെ വെളിച്ചവും മുഴുവനായി കാണില്ല, ഈ ശബ്ദവും കേൾക്കുകയല്ല. ഈ ശബ്ദം കേൾക്കാത്തതേ പോട്ടെ, ഈ വെളിച്ചമെങ്കിലും മുഴുവനായിട്ടൊന്ന് കാണണ്ടേ? ഹാലലൂയ. അങ്ങനെ ചിലരുണ്ട്. ഇന്ന് രാത്രികാലം ആ വെളിച്ചം നമ്മൾ കാണണം. ഹാലലൂയ. അത് സന്ദർശനമായല്ല, അവന്റെ സാന്നിധ്യമായി കാണണം. ഹാലലൂയ. അത് മാത്രമല്ല, ആ ശബ്ദം കേൾക്കണം. അവൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അനുസരിച്ചാലല്ലേ അടുത്ത ശബ്ദം കേൾക്കാൻ പറ്റൂ. ഒരു കാര്യം അനുസരിക്കാതിരുന്നാ എന്തോ ചെയ്യും? കർത്താവ് പിന്നെ നമ്മളോട് ഇടപെടുവോ? ഇല്ല. ഒന്ന് പറഞ്ഞാൽ നീ അനുസരിച്ചു നോക്ക്, പിന്നെ രണ്ടാമത്തെ പറയും, പിന്നെ മൂന്നാമത്തെ പറയും, പിന്നെ നിനക്ക് ഇങ്ങനെ ദൈവശബ്ദം കേട്ടുകൊണ്ടേയിരിക്കാം. ഹാലലൂയ. മനോഹരമായ ദൈവശബ്ദം. ആമേൻ. ഹാലലൂയ. അപ്പോൾ എന്ത് ചെയ്തു? ചുറ്റും നിന്നുള്ളവരാരും ഒന്നും കേട്ടില്ല. ഒക്കെ കേട്ടത് ആരാണ്? പൗലോസ് മാത്രമേ കേട്ടിട്ടുള്ളൂ. ഇദ്ദേഹത്തിന് കർത്താവിന് ചോദിച്ചപ്പോ തന്നെ ഇവന് ഒരു മാനസാന്തരം വന്നല്ലോ. അപ്പൊ എന്താ കിട്ടിയത്? ഒരു കമാൻഡ് ലഭിച്ചു അല്ലെ? നീ എഴുന്നേറ്റ് പട്ടണത്തിലേക്ക് ചെല്ലുക, അവിടെ ചെന്ന് കാത്തിരിക്കുക, ഞാൻ നിന്നോട് പറയാം അവിടെ വെച്ച് എന്താ ചെയ്യേണ്ടതെന്ന് അല്ലെ? അങ്ങനെ ഇദ്ദേഹം ഇത് കേട്ട ഉടനെ എഴുന്നേറ്റ് കണ്ണു തുറന്നപ്പോ ഒന്നും കാണാൻ പറ്റിയില്ല. ഈ പ്രകാശം കാരണം ഈ പ്രകാശത്തിന്റെ തേജസ് കാരണം അദ്ദേഹത്തിന്റെ കണ്ണിന്റെ കാഴ്ച പോയി എന്നാ അവിടെ ഇദ്ദേഹം തന്നെ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്തു? കടന്ന് പോയി. ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് ഈ കൂടെ വന്നവരെല്ലാം കൂടെ പിടിച്ചു കൊണ്ടുപോയി നേർവീതിയിലുള്ള യൂദായുടെ വീട്ടിലിരുത്തി. ഇദ്ദേഹം ആ വീട്ടിൽ 3 ദിവസം വെള്ളവും ആഹാരവും ഇല്ലാതെ ഇരുന്നു. ഉപവാസം. ഹാലലൂയ. ഉപവാസം ഇരുന്നു അദ്ദേഹം 3 ദിവസം. ദൈവത്തോട് അദ്ദേഹത്തിന് മാനസാന്തരം വന്നു. അദ്ദേഹം പാപങ്ങളെ ക്ഷമിക്കാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നു, ഇങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിച്ചത്. അദ്ദേഹം പിന്നെ എന്തോ ചെയ്തു? അദ്ദേഹം പ്രാർത്ഥിച്ചു അല്ലെ? പ്രാർത്ഥിച്ചു, മാനസാന്തരത്തിനായി പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന് എന്തോ വേണമായിരുന്നു? സൗഖ്യം വേണമായിരുന്നു, കാഴ്ച വേണമായിരുന്നു. ഇതിനായി അദ്ദേഹം പ്രാർത്ഥിച്ചു എന്ന് നമുക്ക് കാണാം. അങ്ങനെ ഇദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് ഒരു ദർശനം ലഭിച്ചു അല്ലെ? അതുകൊണ്ടല്ലേ താഴെ വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, 9:12 എഴുതിയിരിക്കുന്ന ഇങ്ങനെ, അനന്യാസ് എന്നൊരു പുരുഷൻ വന്ന്
നിനക്ക് കാഴ്ച തരുമെന്ന് അവൻ കണ്ടിരിക്കുന്നു എന്ന് അനന്യാസിനോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒരു ദർശനം ലഭിച്ചു. പ്രാർത്ഥിക്കുന്നവനാണ് എന്ത് ലഭിക്കുന്നത്? ദർശനം ലഭിക്കുന്നത്. നമ്മൾ ആരെങ്കിലും ദൈവത്തോട് ചോദിച്ചിട്ട് ഇതുവരെയും ദർശനം ലഭിച്ചില്ല എങ്കിൽ നീ പ്രാർത്ഥിക്കുന്നില്ല എന്നുള്ളതാണ് അതിനുള്ള ഉത്തരം. ഹല്ലേലൂയ. നന്നായി ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയിട്ട് ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടായില്ല, ക്ലിയർ ആക്കേണ്ട മേഖലകളൊക്കെ ക്ലിയർ ആക്കിയിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും അവന്റെ ശബ്ദം കേട്ടിരിക്കും, അവന്റെ ദർശനം നിനക്ക് കിട്ടിയിരിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? ഇദ്ദേഹം 9-ാം അധ്യായം 12 അതിനു മുൻപ് ഒറ്റ കാര്യം പറഞ്ഞിട്ട് പോകാം, ഇല്ലെങ്കിൽ അത് ക്ലിയർ ആവില്ല. അനന്യാസിനെ കുറിച്ച് പറയണം. ഹല്ലേലൂയ. അനന്യാസ് എന്ന് പറഞ്ഞ മനുഷ്യനെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് തന്നെ പറഞ്ഞൊരു സാക്ഷ്യം എന്താണെന്നറിയാമോ? സകല യഹൂദന്മാരാലും, ഏത് സകല യഹൂദന്മാരാലും? ദമസ്കോസിലുള്ള സകല യഹൂദന്മാരാലും ഇദ്ദേഹത്തിന് എന്തോ ലഭിച്ചു? സാക്ഷ്യം ലഭിച്ചു. ഭക്തനായ മനുഷ്യൻ. 2 കാര്യങ്ങളുണ്ട്. 1 സാക്ഷ്യം, 2 ഭക്തി. ഈ 2 കാര്യം ഉണ്ടെങ്കിലേ ഒരു ശുശ്രൂഷയ്ക്കായി പുറപ്പെട്ടിട്ട് കാര്യമുള്ളൂ. ഹല്ലേലൂയ. 1-ാമത്തെ കാര്യം, നിന്റെ സാക്ഷ്യം മുറുകെ പിടിച്ചോണം. ഹല്ലേലൂയ. നീ മറ്റുള്ളവരാൽ നിനക്കൊരു സാക്ഷ്യം, ആരെന്തോ പറഞ്ഞോട്ടെ, സാരമില്ല, അതൊരു വശമാണ്, പക്ഷെ സാക്ഷ്യം ഒന്നും നഷ്ടപ്പെടുത്തിയേക്കരുത്. നിന്റെ സാക്ഷ്യം സൂക്ഷിച്ചു കൊള്ളുക. ഹല്ലേലൂയ. ദൈവാത്മാവ് ശക്തമായി നിങ്ങളോട് പറയും, നിങ്ങളുടെ സാക്ഷ്യം സൂക്ഷിക്കണം. ആമേൻ. 2-ാമത്തെ കാര്യം, നിങ്ങളുടെ ഭക്തി മുറുകെ പിടിക്കണം. ഭക്തി മുറുകെ പിടിക്കാതിരുന്നാല് നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. നമ്മുടെ സാക്ഷ്യം വേണം, ഭക്തി വേണം. ഓക്കെ, അനന്യാസിലേക്ക് മടങ്ങി വരാം. ഇദ്ദേഹത്തോട് രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ അനന്യാസേ എന്ന് വിളിച്ചു. അടിയൻ ഇതാ കർത്താവേ. അനന്യാസിനറിയാം ആരാ വിളിക്കുന്നത്, കാരണം സ്ഥിരമായി കേൾക്കുന്ന ശബ്ദം. ആ ശബ്ദം കേട്ട ഉടനെ പറഞ്ഞു, കർത്താവേ, അടിയൻ ഇതാ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം. നീ എവിടേക്ക് പോകണമെന്ന് അറിയാമോ? നേർവീതിയിലേക്ക് പോയി യൂദായുടെ വീട്ടിൽ ചെന്ന് പൗലോസ് എന്ന് പറഞ്ഞ, തർസൂസുകാരനായ പൗലോസ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ അന്വേഷിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. തർസൂസുകാരനായ പൗലോസ് എന്ന് കേട്ടപ്പോ തന്നെ അനന്യാസിന്റെ പകുതി ജീവൻ പോയിട്ടുണ്ടാവും. കാരണം എന്താണെന്നറിയോ? ഈ മനുഷ്യൻ കാരണം വലിയ പ്രശ്നങ്ങളാ യെരൂശലേമിൽ ഉണ്ടായിരിക്കുന്നത്. അയ്യോ, ഇദ്ദേഹത്തിന്റെ കയ്യിൽ അധികാരപത്രവും കൂടെ ഉണ്ട്. എന്നെ എന്തോ കർത്താവേ ഇത്രയും ഉപദ്രവിക്കുന്നത്, ഇങ്ങനൊക്കെ പോവാൻ പറഞ്ഞ് ഞാനങ്ങോട്ട് ഇറങ്ങി ഓടും എന്നുള്ള ഒരു പരുവത്തിലായി ഇദ്ദേഹം പറഞ്ഞു, അയ്യോ കർത്താവേ, ഇതാ ഈ മനുഷ്യന് അധികാരപത്രമുള്ള മനുഷ്യനാ, ഞാനാകെ പ്രയാസപ്പെട്ടു ഇദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പോയാല്. കർത്താവ് പറഞ്ഞു എന്താണെന്നറിയാമോ? നീ ഭാരപ്പെടുവൊന്നും വേണ്ട, നീ പ്രയാസപ്പെടുവൊന്നുമില്ല, നീ ഒന്ന് ചെന്നേക്ക്, അവനെ ഒന്ന് കാണ്. അവനിപ്പോ എന്ത് ചെയ്തിരിക്കുക? നീ ചെല്ലുമെന്ന് അവൻ കണ്ടിരിക്കുക. അവൻ അങ്ങനെ ഒരു ദർശനം ഞാൻ കൊടുത്തിരിക്കുക. അപ്പൊ നിനക്ക് പോകാതെ തരമില്ല. ഹല്ലേലൂയ. അവിടെ ഒരു വാക്യം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അനന്യാസിനോട് പറഞ്ഞു എന്ന് വെച്ചാല് തർസൂസുകാരനായ ശൗലിനെ അന്വേഷിക്ക എന്നാണ്, അല്ലെ? ആ വാക്യം വായിച്ചാലും നമുക്ക് മനസ്സിലാവും. ഒന്ന് വായിക്കാമോ? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9:12 മുതലാണെന്ന് തോന്നുന്നു. ഒന്ന് വായിച്ചേ താഴേക്ക്, ഒന്ന് വായിക്കാം. അകത്ത് വന്നു, താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തന്റെ മേൽ കൈവയ്ക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. അതെ, താങ്ക് യു. അങ്ങനെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോ അദ്ദേഹത്തിന് ഓൾറെഡി എന്ത് ചെയ്തു? പൗലോസിന് ഒരു ദർശനം ലഭിച്ചു. അനന്യാസ് പറഞ്ഞു, ശരി ഞാൻ അങ്ങോട്ടേക്ക് പോവാന്ന് പറയുന്നതിന് മുമ്പ് അനന്യാസ് ഒന്ന് പേടിച്ചെങ്കിലും ദൈവം പറഞ്ഞു, നീ പൊയ്ക്കോ, പ്രവർത്തിക്കുന്ന ഞാനാ, നീ ധൈര്യമായിട്ട് പൊക്കോ, അവൻ നിന്നെ ഒന്നും ചെയ്യുകയല്ല, നീ പൊക്കോ, പ്രവർത്തിക്കുന്നത് ഞാനാ. അപ്പൊ പറഞ്ഞു അന്വേഷിച്ചു പോവാൻ പറഞ്ഞു, അല്ലെ? അതാ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, അന്വേഷിച്ചു പോവാൻ പറഞ്ഞു. ഈ ചിലതൊക്കെ നമ്മള് കർത്താവ് പറയും, ഒന്ന് അന്വേഷിച്ചു പോ, നമ്മുടെ അടുക്കലേക്ക് വരാൻ കാത്തിരിക്കരുത്, ഒന്ന് പോ, ഇറങ്ങി നമ്മളൊന്ന് അന്വേഷിക്ക്. എവിടെയെങ്കിലുമൊക്കെ ഈ കണ്ണ് കാണാതെയും കെട്ടപ്പെട്ടു കിടക്കുന്നത് ഉണ്ടെന്നേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദേവദാസന്മാരോട് ദൂത് പറയാനുള്ള യോഗ്യതയൊന്നും ഇല്ല എങ്കിൽ ദേവദാസന്മാരോടാ ഈ ദൂത്. ഒന്ന് ഇറങ്ങിച്ചെല്ലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ഇറങ്ങിച്ചെല്ലേ. കെട്ടപ്പെട്ടതും കണ്ണു കാണാത്തതും ഒക്കെ ഓരോ വീടിനകത്ത് ഇരിപ്പുണ്ടെന്ന്. ഹല്ലേലൂയ. ചെന്നിട്ട് എന്തോ ചെയ്യണം? ഒന്ന് പ്രാർത്ഥിക്കേ. അവൻ നിന്നെ ഒന്നും ചെയ്യുകയല്ല, അവന് കണ്ണൊന്നും കാഴ്ചയൊന്നും ഇല്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ അനന്യാസ് പറഞ്ഞു, എനിക്ക് പോകാനൊന്നും പറ്റുന്നില്ല. എന്നാ പിന്നെ നിനക്ക് പോയില്ലെങ്കിൽ ആകെ പ്രശ്നമാവും. അനന്യാസെ, നീ ഇപ്പൊ തന്നെ പോക്കോ. കാരണം എന്താണെന്നറിയോ? യഹൂദന്മാർക്കും ജാതികൾക്കും രാജാക്കന്മാർക്കും മുമ്പേ എന്റെ നാമം വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന പാത്രമാവൻ. ഹല്ലേലൂയ. ഒരു പാത്രമാവൻ എങ്ങനത്തെയാണെന്നറിയോ? ചുമ്മാതെ ഒന്നും അവിടെ ഇവിടെ നിൽക്കേണ്ടവനല്ല അവൻ രാജാക്കന്മാർക്കും യഹൂദന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും ജാതികൾക്കും മധ്യേ എന്റെ നാമം വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന പാത്രമാകുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു ദൂതുള്ളവനെ കാണാതെ ഇരിക്കാൻ പറ്റുമോ ദേവദാസനെ? പോയാലേ പറ്റൂ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇറങ്ങി ചെല്ലുക. നിങ്ങൾ ചിലതിനെ പിടിക്കും, നിങ്ങൾ ചിലതിനെ കൊണ്ടുവരും, നിങ്ങൾ അതിനെ പണിയും, നിങ്ങൾ അതിനെ ഉയർത്തും. ഹല്ലേലൂയ. ദൈവത്തിന്റെ നാമം ഹല്ലേലൂയ റിഖമന ശംഭരേ റിഗനഗരഗതുന. ഈ ലോകമെങ്കും കർത്താവ് ഉയർത്തപ്പെടുവാൻ നിങ്ങൾ ചിലതിനെ രാത്രികാലം പിടിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ
എന്തോ പറഞ്ഞു എന്നറിയാമോ, നീ ഒന്ന് പോന്ന് പറഞ്ഞു. ഈ ദൂത് കേട്ട പിന്നെ അടങ്ങിയിരിക്കാൻ പറ്റുമോ? ഇങ്ങനെ ഒരു മനുഷ്യന് വേണ്ടിയിട്ട് പോവാൻ പറഞ്ഞാൽ നമ്മളാണേലും ഓടും, അല്ലയോ? അങ്ങനെ പോയി ഇദ്ദേഹം അന്വേഷിച്ചു ചെന്നു, കണ്ടുപിടിച്ചു. ഇദ്ദേഹം കണ്ടപ്പോ വിളിച്ചത് ആ യെരൂശലേമിൽ എല്ലാവരെയും ഉപദ്രവിച്ച സഭയൊക്കെ മുടിച്ചു വന്ന ശൗലേ എന്നൊന്നും അല്ല വിളിച്ചത്. എങ്ങനെ വിളിച്ചെന്നറിയോ? സഹോദരാന്നാ വിളിച്ചത്. ഹല്ലേലൂയ. എന്തോ വിളിക്കണം? സഹോദരാന്നാ വിളിക്കേണ്ടത്. ആരെങ്കിലും പാപത്തിൽ നിന്നൊക്കെ പിന്മാറിയൊക്കെ വന്ന് നമ്മുടെ കൂട്ടത്തിലൊക്കെ ആയി കഴിഞ്ഞാൽ അവരെ സഹോദരാന്ന് വിളിക്കണം. ഹല്ലേലൂയ. അല്ലാതെ പഴയ പേരൊന്നും അവരായിട്ട് വിളിച്ചു വെക്കരുത്. അവരെന്തോ വിളിക്കണം? സഹോദര. എന്നിട്ട് പറഞ്ഞു കാഴ്ച പ്രാപിക്കുക. എന്താ നിന്റെ കുറവ്? അതാദ്യം ഒന്ന് തീർക്കാം. നിനക്ക് കാഴ്ച ആവശ്യം അല്ലേ? ആ കാഴ്ച ഒന്ന് പ്രാപിക്ക്. ഹല്ലേലൂയ. അവൻ കാഴ്ച പ്രാപിച്ചു. പിന്നെ 22-ാം അധ്യായത്തിലൊക്കെ അപ്പോസ്തലനായ പൗലോസ് സാക്ഷ്യം പറയുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഇദ്ദേഹം വന്നു പറഞ്ഞു, നീ കാഴ്ച പ്രാപിച്ചിട്ട് നിന്റെ പാപങ്ങളെ കഴുകി കളഞ്ഞ് സ്നാനമേൽക്കാൻ. സ്നാനപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? എനിക്കറിയില്ല, ആരും കാണത്തില്ല എന്ന് തോന്നുന്നു. ഇനി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ? നിന്റെ പാപത്തെ ഏറ്റു പറഞ്ഞ് അതിനെ ഉപേക്ഷിച്ചതിന് ശേഷം മാത്രം നീ സ്നാനപ്പെടണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കഴുകി കളഞ്ഞതിന് ശേഷം നീ സ്നാനപ്പെടാൻ പറഞ്ഞു. ശരി, കണ്ണിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ഇദ്ദേഹം സൗഖ്യമൊക്കെ പ്രാപിച്ചു. സൗഖ്യം പ്രാപിച്ചപ്പോൾ ഇദ്ദേഹം ആരെ കണ്ടു എന്നാ എഴുതിയിരിക്കുന്നത്? അനന്യാസിനെ കണ്ടു. അതോ യൂദയുടെ വീട്ടിൽ ഇരുന്നോണ്ട് യൂദയെ കണ്ടു എന്നാണോ എഴുതിയിരിക്കുന്നത്? അവനെ കണ്ടു, അനന്യാസിനെ കണ്ടു എന്നാ. ഇങ്ങനെ ഒരു കാര്യം, ഒറ്റ കാര്യം പറഞ്ഞു പോട്ടെ, ആർക്കും വിരോധവും തോന്നരുത്. പ്രാർത്ഥിക്കുന്ന ദേവദാസനെ തന്നെ കാണണം. വിടുതൽ കണ്ടാൽ പ്രാർത്ഥിക്കുന്ന ദേവദാസന്റെ തന്നെ കാണണം. ആർക്ക് എന്നോട് ബുദ്ധിമുട്ടായോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശരി, ബുദ്ധിമുട്ടായാലും പ്രശ്നമൊന്നുമില്ല. ഷാജി പാസ്റ്ററിനെ വിളിച്ചില്ലെങ്കിലും എനിക്ക് യാതൊരു പരാതിയും ഇല്ല. ദൈവം പറഞ്ഞതൊക്കെ പറഞ്ഞിട്ടേ പോവുള്ളൂ. അപ്പൊ എന്താ പ്രശ്നമെന്നറിയോ? പ്രാർത്ഥിച്ചു കഴിഞ്ഞാല് ചില വിഷയങ്ങളൊക്കെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവരും. വിടുതൽ കിട്ടിക്കഴിഞ്ഞാൽ പോകുന്ന വഴി അറിയില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. അങ്ങനെ ചിലരുണ്ട്, ഭയങ്കര വിഷയങ്ങളാ കൊണ്ടുവരുന്നത്. നമ്മൾ പ്രാർത്ഥിച്ച് സകല ഇടിയും നമ്മൾ വാങ്ങിക്കും. വിടുതലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഈ വിടുതൽ കിട്ടിയ പുള്ളികൾ എവിടെ പോയി കണ്ടുപിടിക്കും? കർത്താവേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കുന്നവനെ ഒന്ന് കാണണം. ഹല്ലേലൂയ. കാണേണ്ട പോലെ കണ്ടേക്കണം. ഹല്ലേലൂയ. നിങ്ങൾ എല്ലാവരും അങ്ങനെ കാണുന്നവർ, അതിലെനിക്ക് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ചെയ്യുന്നവരാന്ന് വിശ്വസിക്കുന്നു. ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് മുതൽ ചെയ്തു തുടങ്ങിക്കോ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ പ്രാർത്ഥിച്ചവനെ കാണേണ്ട പോലെ ഒന്നിവൻ കണ്ടു. ഹല്ലേലൂയ, കണ്ടു. അവന് സൗഖ്യം കിട്ടി, അവന് നന്ന സന്തോഷമായി, അല്ലേ? ഹല്ലേലൂയ. ഞാനൊരു എക്സാമ്പിളും കൂടെ, എന്റെ പഴയ ഒരു ഇതിലും കൂടി ഞാനൊന്ന് പറഞ്ഞു പോവാം. ഒരു അങ്കിൾ ഉണ്ടായിരുന്നു ഞങ്ങളുടെ സഭയിൽ, കേട്ടോ. അദ്ദേഹമാണെങ്കിൽ പ്രാർത്ഥനാ വിഷയം കൊണ്ടുവന്നു. അത് ഒരിക്കലും സംഭവിക്കാത്ത ചില കാര്യങ്ങളായിരുന്നു. ഒരു വസ്തുവിന്റെ വിൽപ്പനയായിട്ടൊക്കെ ഒരു സംഭവമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു. ദേവദാസൻ നന്നായി, ഞങ്ങളുടെ പാസ്റ്റർ പ്രാർത്ഥിച്ചു നന്നായി. അദ്ദേഹം വലിയ കൃപയുള്ള മനുഷ്യനാണ്. അദ്ദേഹം പ്രാർത്ഥിച്ചു. നടക്കാത്തൊരു വിഷയം അങ്ങ് നടന്നു. ആ വസ്തു അങ്ങ് വിറ്റുപോയി. ആ വസ്തു വിറ്റുപോയതിന് അദ്ദേഹം ഇതിന്റെ ദശാംശം എല്ലാം കൂടെ വേറൊരു സഭയിൽ കൊണ്ടുകൊടുത്തു. ഹല്ലേലൂയ. നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. ഈ മനുഷ്യന് പ്രാർത്ഥിച്ചിട്ട് വേറൊരു സഭയിൽ ഒരു ദശാംശം കൊടുക്കുന്നതിനെക്കാട്ടിൽ ഈ പ്രാർത്ഥിച്ച മനുഷ്യന് കൊടുത്തുകൂടായിരുന്നു. ഹല്ലേലൂയ. ഞങ്ങൾക്കൊക്കെ വലിയ വേദന തോന്നി. ഞങ്ങളുടെ ദേവദാസൻ കരഞ്ഞു പ്രാർത്ഥിക്കുന്നേ ഞങ്ങൾ കണ്ടതാ. ഹല്ലേലൂയ. ഞങ്ങളും കൂടെ പ്രാർത്ഥിച്ച. അങ്ങനെയൊന്നും കാണിച്ചേക്കരുത്. നിങ്ങൾക്കും ഒരു വിഷയം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന മനുഷ്യന് തന്നെ കൊടുക്കണം ദശാംശം. പ്രാർത്ഥിക്കാത്തവർക്കൊക്കെ കൊണ്ട് ദൈവത്തിന്റെ അടിയൊന്നും പിടിച്ച് വാങ്ങിയേക്കരുത്. ഹല്ലേലൂയ. അത് നമ്മുടെ വിഷയമല്ല. പോട്ടെ, നമുക്ക് മടങ്ങി വരാം. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 9-ാം അധ്യായം 19-ാമത്തെ വാക്യം സിസ്റ്റർ ഒന്ന് വായിച്ചാട്ടെ. അവൻ ദമസ്കോസിലുള്ള ശിഷ്യന്മാരോട് കൂടെ കുറെ നാൾ പാർത്തു. സ്നാനപ്പെട്ടു, പ്രാർത്ഥിച്ചു, ദർശനം പ്രാപിച്ചു, സ്നാനപ്പെട്ടു. അദ്ദേഹം അതിനുശേഷം എന്തോ ചെയ്തെന്നറിയോ? ദമസ്കോസിലെ ശിഷ്യന്മാരോട് കൂടെ പാർത്തു. ഹല്ലേലൂയ. ദമസ്കോസിലെ ശിഷ്യന്മാരോട് കൂടെ പാർക്കുക. കൂട്ടായ്മ ആചരിക്കുക. ഇതൊരു വിഷയം തന്നെയാണ്. കൂട്ടായ്മ, ചിലർക്ക് കൂട്ടായ്മകളേ ഇല്ല. ആമേൻ, പ്രൈസ് ദി ലോർഡ്. കൂട്ടായ്മ ആചരിക്കണം. ഈ വിടുതൽ കിട്ടിയല്ലോ, പൗലോസിന് നല്ല വിടുതലാ കിട്ടിയത്. പൗലോസിന് പറഞ്ഞൂടെ, ഞാൻ എന്നെ കൊണ്ടോ വാളൊക്കെ എടുത്തോണ്ട് പോവാന്ന്? എന്തോ ചെയ്യാൻ ആൾക്കാർ? ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ? ഇദ്ദേഹം എന്ത് ചെയ്തു? ദമസ്കോസിൽ തന്നെ ഇവിടെ സൗഖ്യം കിട്ടി, ഞാൻ ഇവിടെ തന്നെ ഒന്ന് ഇരിക്കാം, ഇവിടെയാ പ്രാർത്ഥിച്ചത്, ഇവിടെയാ വിടുതൽ കിട്ടിയത്, ഇവിടെ തന്നെ ഒന്ന് ഇരുന്ന് നോക്കാം, അല്ലേ? പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഒരു ശുശ്രൂഷ ഉണ്ടെന്ന് മനസ്സിലായി. ദൈവം ഇടപെട്ടതാ. ആ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയെന്ന് അടുത്ത വാക്യം വായിക്കുന്നത്. പള്ളിയിൽ പോയി ദൈവത്തെ പ്രസംഗിച്ചു തുടങ്ങി. തിരുവെഴുത്തുകൾ പ്രകാരം യഹൂദന്മാരോട് വാദിച്ചു തുടങ്ങിയെന്ന, പ്രതിവാദിച്ചു അവരെ കൊണ്ട് സമ്മതിപ്പിച്ചെന്നും അതിന്റെ താഴെ എഴുതിയിട്ടുണ്ട്. അതായത് നല്ല വാദപ്രതിവാദങ്ങൾ ഉണ്ടായി അവരെ കൊണ്ട് സമ്മതിപ്പിച്ചു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളാ ഇദ്ദേഹം ഇങ്ങനെ കടന്നുപോയി. അതിന്റെ താഴെ 9-19 താഴേക്കൊന്ന് വായിച്ചേ സിസ്റ്റർ. യേശു തന്നെ ദൈവപുത്രൻ എന്ന് പള്ളികളിൽ പ്രസംഗിച്ചു. കേട്ടവരെല്ലാവരും വിസ്മയിച്ചു.
യെരൂശലേമിൽ ഈ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നാശം ചെയ്തവൻ ഇവനല്ലയോ? ഇവിടെയും ആമേൻ. അവർ ഹല്ലേലൂയ. സിസ്റ്ററെ, എന്തോന്നറിയോ, ചിലരങ്ങ് വിസ്മയിച്ചു. ചിലർക്ക് ഭയങ്കര വിസ്മയമാ. അയ്യോ, ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ നേരത്തെ, ഇതൊന്നും ആയിരുന്നില്ലല്ലോ. ഇപ്പൊ എന്തോ ഇവനെ ഞങ്ങളെയൊക്കെ പിടിച്ചു കെട്ടാൻ വന്നവരല്ലയോ, പിന്നെ ഇപ്പൊ എന്താ ഇവൻ തന്നെ പ്രസംഗിക്കുവാന്നോ? ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ നേരത്തെ, നല്ല മാറ്റം ഉണ്ടല്ലോ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പിന്നെ എന്താ പറഞ്ഞെന്നറിയാമോ? അത് മാത്രമല്ല പറഞ്ഞ്, പരിഹസിക്കുകയും കൂടെ ചെയ്തു. ഞാനാണേ അന്നേരം ഇതിനകത്ത് ആരെങ്കിലും എന്നെ കല്ലെറിയോ പരിഹസിക്കുകയോ ചെയ്ത അന്നേരം വെച്ചിട്ട് ഞാൻ ഓടും. പൗലോസ് എന്തോ ചെയ്തെന്നറിയാമോ? പിന്നെയും പ്രസംഗിച്ചു. നിർത്താൻ ഉദ്ദേശിച്ചില്ല. പിന്നെയും പ്രസംഗിച്ചു. നീ കേൾക്കുന്നില്ലെങ്കിൽ വേണ്ട, നീ കേൾക്കുന്നിടത്തോളം ഞാൻ എന്തോ ചെയ്യും, പ്രസംഗിക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം പ്രസംഗിച്ചു. വായിക്കാൻ നമുക്ക് തുടർന്ന്. പിന്നെ അപ്പോസ്തലനായ പത്രോസിന്റെ പ്രവർത്തനങ്ങളാണ്. ഞാൻ ഈ മീറ്റിംഗിൽ പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് എന്തുവാ വിഷയം എടുക്കേണ്ടേ കർത്താവിനോട് ഞാൻ ചോദിച്ചു. കാരണം ഞാൻ റെഡിയാക്കിയിട്ട് വരുമ്പോൾ എന്നോട് പറയും ഇതൊന്നും പറയണ്ടെന്ന്. അന്നേരം പിന്നെ ഞാൻ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് പോകുന്നു എന്ന് ഓർത്തിട്ട് ഞാൻ കർത്താവിനോട് ചോദിച്ചു, എന്താ കർത്താവ് പറയേണ്ടത്? കർത്താവ് പറഞ്ഞു, പൗലോസിനെ ഞാൻ പറഞ്ഞു, ദൈവമേ, ഭയങ്കര വിശ്വാസന്മാരെ ഇതിനകത്തൊക്കെ ഇരിക്കുന്നത്. ഇതിനോട് ഞാനെങ്ങാനും പോയി പൗലോസിനോട് പറ്റി പറഞ്ഞാല് അത് ഇത് തന്നെ കാണാതെ പഠിച്ചു വേണ്ടേ ഇതൊക്കെ പറയാന്. അന്നേരം ഇപ്പൊ നമുക്ക് ചെറിയ കുട്ടികളൊന്നും അല്ലല്ലോ. അപ്പൊ നമുക്കിതൊന്നും ഓർമ്മയുണ്ടായില്ലെങ്കിൽ എന്തു ചെയ്യും കർത്താവേ? കർത്താവ് പറഞ്ഞു, ഒരു പ്രശ്നമില്ല. അന്ന് പൗലോസിനോട് ഇടപെട്ട പോലെ കർത്താവ് എന്നോട് ഇടപെട്ടു എന്ന് ഞാനും വിശ്വസിക്കുന്നത്. അന്നേരം മുതൽ ഞാനിത് ഓരോന്നായിട്ട് ഇതിനെന്തോ പറയാൻ, ഇതിനെന്തോ പറയാം, പൗലോസിന്റെ സാക്ഷി ഞാനെന്തോ പറയാനെന്ന് ചിന്തിച്ച്. പക്ഷെ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ എന്റെ പ്രാർത്ഥന മുറിയിൽ എന്റെ കർത്താവ് എന്നോട് ഇടപെട്ടു. ഹല്ലേലൂയ, എന്റെ കർത്താവിനോട് എത്ര മധുരമായിട്ടെന്നറിയോ ഇടപെട്ടത്. ഓരോ സാഹചര്യങ്ങളിലും അവനോട് നന്നായി ഇടപെട്ടു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. നമുക്ക് വായിക്കാം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം വായിച്ചാല്, ഒന്ന് വായിച്ച സിസ്റ്ററെ, വേഗത്തിൽ വായിച്ചാൽ. ബർന്നബാസ്, നീഗർ എന്ന് പേരുള്ള ശീമോൻ, കുറേനക്കാരനായ ലുക്യോസ്, ഇടപ്രഭുവായ ഹെരോദാവോടുകൂടെ വളർന്ന മനായൻ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും അറിയോ? ഓക്കെ സിസ്റ്ററെ, താങ്ക് യു. ഇവരെന്തോ ചെയ്തെന്നറിയോ? ഇവര് ഉപവസിച്ചും പ്രാർത്ഥിച്ചും പോരുമായിരുന്നു. ഈ പറഞ്ഞ സഹോദരന്മാരെല്ലാവരും കൂടെ കൂടിയിരുന്ന് പ്രാർത്ഥിച്ചു ഉപവസിച്ച് ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഒരു കാര്യം മാത്രം പറഞ്ഞുകൊള്ളട്ടെ. ഉപവാസ പ്രാർത്ഥനയിൽ നമ്മളൊരു നിയോഗം പ്രാപിക്കണം. ചുമ്മാ ഇരുന്ന് നമ്മൾ 21, 40, 10, 15 ഞങ്ങളിപ്പോ 10 ദിവസം ഉപവാസത്തിലാണ് കേട്ടോ. ഇന്നിപ്പോ 6-ാമത്തെ ദിവസമാണ്. പക്ഷെ എങ്കിലും ഇത് പറഞ്ഞാലേ പറ്റൂ. നമ്മൾ ഉപവാസ പ്രാർത്ഥന വെറുതെ പ്രാർത്ഥിച്ചു പോയേക്കരുത്. ഒരു നിയോഗം പ്രാപിച്ചോണം. ഹല്ലേലൂയ, ദൈവത്തിൽ നിന്നൊരു നിയോഗം പ്രാപിക്കണം. ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് ദേവദാസന് ദൈവത്തിന്റെ ഒരു ദർശനം അല്ല, ദൈവത്തിന്റെ ഇടപെടലുണ്ടായി. എന്താണെന്നറിയാമോ? പൗലോസിനെയും ബർന്നബാസിനെയും ദൈവം വിളിച്ചിട്ടുള്ള വേലയ്ക്കായിട്ട് വേർതിരിക്കാൻ പറഞ്ഞു. നല്ലൊരു നിയോഗം അല്ലെ. ഇതുവരെയും അദ്ദേഹം നമ്മൾ പഴയ കാലഘട്ടങ്ങളെല്ലാം ഒന്ന് വായിച്ചാൽ ശുശ്രൂഷ ചെയ്തിരുന്നു. യഹൂദന്മാർ എതിർത്തിരുന്നു, എല്ലാം കാണാം. പക്ഷെ ഇതല്ലാതെ ഒരു പുതിയ ശുശ്രൂഷ. ഹല്ലേലൂയ, നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടത് നമ്മളൊരു പുതിയ ശുശ്രൂഷ പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു പുതിയ ശുശ്രൂഷ പ്രാപിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. അവിടെ നിന്ന് ശുശ്രൂഷ തുടങ്ങി പിന്നെ അങ്ങോട്ട് യാത്രകളാണ്. ഈ യാത്രകൾ എന്ന് പറഞ്ഞാല് ശുശ്രൂഷയുടെ യാത്രകളാണ്. നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിച്ച് ഈ ദിവസങ്ങളിൽ ശുശ്രൂഷയുടെ യാത്രകൾ ആരംഭിക്കണം. ഹല്ലേലൂയ, ശുശ്രൂഷയുമായി നമ്മൾ ആരംഭിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ യാത്രകൾ തുടങ്ങട്ടെ. ഹല്ലേലൂയ, ദൈവം അങ്ങനെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇവരെന്ത് ചെയ്യുമെന്നറിയോ? യാത്ര തുടങ്ങി. ഹല്ലേലൂയ, യാത്രകളില് അധികം പ്രശ്നങ്ങളാണ് ഉണ്ടായത്. ഒരു സ്ഥലത്ത് ചെല്ലണം, അവിടെ നിന്ന് ഈ യഹൂദന്മാര് കല്ലെറിഞ്ഞ് ഓടിക്കും, ആകെ പ്രശ്നം ഉണ്ടാക്കും, കൊല്ലാനായി പിടിക്കും, വാദിക്കാൻ വരും, കുറെ പേര് എതിർക്കും, കുറെ പേര് പരിഹസിക്കും, ദൂഷണം പറയും. ഇതൊക്കെയും ഇദ്ദേഹം നേരിട്ടുകൊണ്ടേയിരുന്നു. 17-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം വായിച്ചാല് ഇദ്ദേഹം തെസ്സലോനിക്കയിലെത്തി എന്ന് മനസ്സിലാക്കാം. തെസ്സലോനിക്കയിലെത്തി ഇദ്ദേഹം സുവിശേഷം പറഞ്ഞു. ചില മാന്യ സ്ത്രീകളും യവനന്മാരും ഒക്കെ അത് വിശ്വസിച്ചതായി കാണാം. എന്നാൽ യഹൂദന്മാർക്ക് ഭയങ്കര പ്രശ്നമുണ്ടായി, അവരത് വിശ്വസിച്ചില്ല. പിന്നെ എന്തോ ചെയ്തു? അദ്ദേഹം അവിടുന്ന് ബെരോവയിലേക്ക് പോയി എന്ന് കാണാം. അദ്ദേഹത്തെ ശിഷ്യന്മാരെല്ലാം കൂടെ ഇവർ കൊല്ലുമെന്ന് മനസ്സിലാക്കിയപ്പോൾ രക്ഷപ്പെടുത്തി ബെരോവയിലേക്ക് അയച്ചു. ബെരോവയിൽ ചെന്നപ്പോൾ അവിടെയും സുവിശേഷം അറിയിച്ചു. പക്ഷെ അവിടെയും ആകെ പ്രശ്നം. അവരെല്ലാവരും കൂടി ഇദ്ദേഹത്തെ കൊല്ലാനായി കൂട്ടം കൂടി. അദ്ദേഹത്തെ ശിഷ്യന്മാര്
സഹോദരന്മാരെല്ലാരും കൂടി രക്ഷിച്ച് എങ്ങോട്ട് അയച്ചു? അഥേനയിലേക്ക് അയച്ചു. അഥേനയിൽ ചെന്ന് അരയോപക കുന്നുകളുടെ മുകളിൽ നിന്ന് അദ്ദേഹം സുവിശേഷം പറഞ്ഞു. നമുക്കറിയാം, അത് വളരെ പ്രശസ്തമായ ഒരു സുവിശേഷ ഭാഗമാണ്. ഭയങ്കര നമ്മളെ കറേജ് ചെയ്യുന്ന ഒരു സുവിശേഷ അദ്ദേഹത്തിന്റെ പ്രസംഗ ഭാഗമാണത്. ഓക്കെ, അങ്ങനെ അദ്ദേഹം അത് പലരും അംഗീകരിക്കാനോ വിശ്വസിക്കാനോ തയ്യാറായില്ല. അവിടെ നിന്നും അദ്ദേഹം എന്ത് ചെയ്തു? ചിലർ മാത്രം വിശ്വസിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. കൊരിന്തിയിലെത്തിയപ്പോഴേക്കും അദ്ദേഹം അവിടെ രണ്ടുപേരെ മീറ്റ് ചെയ്തു. അക്വിലാസും പ്രിസ്കില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരെ മീറ്റ് ചെയ്തു. ഈ രണ്ടുപേരുടെ ജോലി എന്താണെന്നറിയോ? കൂടാരപ്പണിയാണ്. ഇദ്ദേഹം കൂടാരപ്പണിയിൽ അവരുടെ കൂടെ ചേർന്നു. അവർ കൂടാരപ്പണി ചെയ്തു. ഇദ്ദേഹം കൂടാരപ്പണി ചെയ്ത് ഉപജീവനം കഴിച്ചു എന്ന് കാണാം നമുക്ക്. അദ്ദേഹത്തിന് വേണ്ടി മാത്രമല്ല, കൂടെയുള്ളവർക്കും കൂടെ വേണ്ടി അദ്ദേഹം അധ്വാനിച്ചു. ഹല്ലേലൂയ, നല്ല കൃപ, ആമേൻ, സ്തോത്രം. അദ്ദേഹത്തിന് വേണ്ടി മാത്രം, സ്വന്തം വയറിനെ പറ്റി ചിന്തിക്കാതെ മറ്റുള്ളവരെയും കൂടി കരുതിയല്ലോ. താങ്ക് യു ഹോളി ഗോഡ്. അങ്ങനെയുള്ളവർക്കായി സ്തോത്രം. അങ്ങനെയുള്ളവർ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ആ വാക്യം വന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, ഞാനാണേ പറഞ്ഞതിനെ പറ്റില്ലപ്പാ, സുവിശേഷം പറയണം, യഹൂദന്മാരുടെ അടിയും ഇടിയും ഒക്കെ കൊള്ളണം, പിന്നെ ഈ ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ മൊത്തവും പോയി നിൽക്കണം, രാജാക്കന്മാരുടെ പ്രശ്നങ്ങൾ അത് വേറെ ഭാഗത്ത്, പിന്നെ എന്തോ ഉണ്ട്, ചാട്ടവാർ അടിയുണ്ട്, പിന്നെ ആപത്ത്, പട്ടിണി, വാള്, ഇതെല്ലാം വേറെ ഭാഗത്തുണ്ട്, വെള്ളത്താലുള്ള ഭീഷണിയുണ്ട്, അതിനുള്ള ആപത്തുണ്ട്, ഇങ്ങനെ പലതുണ്ട്. ഇതിനിടയ്ക്ക് കൂടാരപ്പണിയോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയും, അപ്പൊ ജീവനെയും എടുത്താല് ഒന്നുമില്ലെങ്കിലും നിത്യതയിലെങ്കിലും പോയി റെസ്റ്റ് എടുക്കാവുന്ന. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവ് അങ്ങനെയൊന്നും സമ്മതിക്കുകയില്ല. കർത്താവ് എന്തോ പറഞ്ഞു എന്നറിയോ? ഞാൻ ചോദിച്ചു, അപ്പൊ ഇത്രയൊക്കെ കഷ്ടപ്പെടുത്താൻ ഈ മനുഷ്യന് ആകെപ്പാടെ യെരൂശലേമില് ചിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയല്ലേ, പാവപ്പെട്ട ഒരു മനുഷ്യനല്ലേ, അപ്പൊ എന്തിനാ ഇപ്പൊ ഇത്രയും പീഡയൊക്കെ കൊടുത്തത്? കർത്താവ് എന്നോട് പറഞ്ഞു, 2 തിമോത്തിയോസ് 4:7-8 വാക്യങ്ങളാ പറഞ്ഞു. ഒന്ന് വായിക്കാമോ സിസ്റ്ററെ? 2 തിമോത്തിയോസ് 4:7-8 വാക്യങ്ങൾ വേഗത്തിലൊന്ന് വായിച്ചാട്ടെ. എടുത്തവരാരേലും വായിച്ചാട്ടെ. 2 തിമോത്തിയോസ്. ഞാൻ ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കത് വച്ചിരിക്കുന്നു, അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. ഹല്ലേലൂയ, താങ്ക് യു സിസ്റ്റർ. എന്താ കാര്യം അറിയോ? ഈ ഓട്ടം വൃത്തിയോടെ ഓടിയാലേ അവിടെ ചെന്ന് ആ കിരീടം പ്രാപിക്കാൻ പറ്റൂ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ കിരീടത്തിനായിട്ട് ഓടിയേ പറ്റൂ. ഹലോ സിസ്റ്റർ അനു, നീ ചിന്തിക്കുന്നു നിനക്ക് പറ്റിയല്ലാന്ന്, പക്ഷെ ഞാൻ ഓടും. എന്താണെന്നറിയോ? എന്റെ കർത്താവ് പറഞ്ഞിരിക്കുക, നീതിയുടെ കിരീടം എനിക്ക് അവിടെ ഇരിക്കുവാന്ന്. ഹല്ലേലൂയ. അങ്ങനെ വിശ്വാസമുള്ളവര് ശക്തിയായേ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. നമ്മൾ ഇവിടെ അനുഭവിക്കുന്ന പീഡയുണ്ടല്ലോ, അത് ഇവിടെ കൊണ്ട് തീർന്നു പോകുന്നു കരുതരുത്. കർത്താവ് നമുക്ക് ഒരുക്കിയിരിക്കുന്ന ആ നിത്യ നഗരത്തില് അവന്റെ ജീവകിരീടം നമ്മൾ പ്രാപിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പറഞ്ഞു കർത്താവിനോട്. അതിനു വേണ്ടിയിട്ടാ ഇത്രയും നിന്നയേറ്റിട്ടും ഇത്രയും ജീവന് ഭീഷണിയായിട്ടും ഈ മനുഷ്യന് ഇത് വിട്ടുകളയാൻ തോന്നാത്തത്. ഹല്ലേലൂയ, ആ വെളിപ്പാടിനായി സ്തോത്രം. ഹല്ലേലൂയ. മടങ്ങി വരാം. അപ്പോസ്തലനായ പൗലോസിന്റെ പുസ്തകം, നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 18-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, പൗലോസ് ശീലാസും തിമോത്തിയോസും കൊരിന്തിലേക്ക് വന്നപ്പോൾ ഇദ്ദേഹം ശുഷ്കാന്തി പൂണ്ടു, വചനത്തിൽ ശുഷ്കാന്തി പൂണ്ടു. അപ്പൊ ഞാൻ എന്താ വചനത്തിൽ ശുഷ്കാന്തി പൂണ്ടു? എനിക്കൊരു ഡൗട്ട്. ഞാൻ വീണ്ടും അതിന്റെ ട്രാൻസ്ലേഷൻ നോക്കിയപ്പോൾ എന്താണെന്നറിയോ? സ്പിരിറ്റ്, അങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആകെ സമ്മർദ്ദത്തിലായി. എന്തിനാൽ? ആത്മാവിനാൽ സമ്മർദ്ദരാകണം. ആത്മാവ് അനുവദിച്ചില്ല അവനെ. യു കനോട്ട് സ്റ്റാൻഡ് ഇറ്റ് ഹിയർ. നിനക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല. പറയ്. ദൈവത്തിന്റെ ആത്മാവ് നിന്നെ പ്രേരിപ്പിക്കുക. മിണ്ടാതിരിക്കരുത്, അടങ്ങിയിരിക്കരുത്, സംസാരിക്ക്. പരിശുദ്ധ ആത്മാവ് നിറയട്ടെ നിന്നില്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവം എന്തോ ചെയ്യുന്നറിയോ? ഹല്ലേലൂയ. ഇവനെ അങ്ങ് സമ്മർദ്ദത്തിലാക്കി. ആ ആത്മാവിന്റെ സമ്മർദ്ദം ഇവനുണ്ടായപ്പോൾ മിണ്ടാതിരിക്കാൻ കഴിയുന്നില്ല. ഇവൻ എന്തോ ചെയ്തു? അവരോട് വചനം അറിയിക്കാൻ തുടങ്ങി. കുറെ പേര് ദൂഷണം പറഞ്ഞു, കുറെ അധികം പേര് എതിർത്തു പറഞ്ഞു. ഇത് കേട്ടപ്പോൾ പൗലോസ് ആകെ തകർന്നു. ഞാനാണേലും തകരും, നിങ്ങളാണേലും തകരും. പൗലോസ് തകർന്നു. പൗലോസ് തന്റെ വസ്ത്രം കുടഞ്ഞു കളഞ്ഞിട്ട് അവരോട് പറഞ്ഞു, ഞാൻ നിർമ്മലനാണ്, ഞാൻ അറിയിക്കേണ്ടത് നിങ്ങളോട് അറിയിച്ചു, പക്ഷെ നിങ്ങൾ ഏറ്റെടുക്കുന്നില്ല. എനിക്കെന്തോ ചെയ്യാൻ പറ്റും? ഞാൻ നിങ്ങളോട് ഞാൻ ജാതികളുടെ ഇടയിലേക്ക് പോവുക. എന്തായാലും പുള്ളിക്കൊരു വിളിയുണ്ടെന്ന് പുള്ളിക്ക് അറിയാം. അത് അങ്ങോട്ട് തന്നെ പോവാന്ന് പുള്ളി തീരുമാനിച്ചിട്ടുണ്ടാവും. പുള്ളി അങ്ങോട്ട് പോവാന്ന് തീരുമാനിച്ചു. പുള്ളി പോയി പള്ളിയുടെ അടുത്തൊരു വീടുണ്ട്, യുസ്തോസ് എന്ന് പറഞ്ഞൊരു സഹോദരന്റെ വീട്ടിൽ പോയിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞ വാക്യങ്ങളോ വചനങ്ങളോ ഒന്നും അവസാനിച്ചില്ല. പള്ളി പ്രമാണിയും കുടുംബവും വിശ്വാസ
വിശ്വാസത്തിൽ വന്നു എന്ന് നമുക്ക് കാണാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചിലരോട് പറയും, ചിലയിടത്തെങ്കിലും അത് പ്രവർത്തിക്കും. അതുകൊണ്ട് നമ്മൾ പറയാൻ മടിക്കരുത്. ദൈവത്തിന്റെ വചനങ്ങൾ സുവിശേഷം അറിയിക്കാൻ നമ്മൾ മടിക്കരുത്. സുവിശേഷം അറിയിച്ചുകൊണ്ടേയിരിക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ കാണുമ്പോൾ ഇദ്ദേഹം യുസ്തോസിന്റെ വീട്ടിൽ പോയി ഇരുന്നു. കുറച്ചു സമയം പള്ളി പ്രമാണി ഇദ്ദേഹത്തെ ഒന്ന് കണ്ടു, അവര് രക്ഷ പ്രാപിച്ചു എന്ന് കാണാം. ശരി, ആ രാത്രി, ഹല്ലേലൂയ, ആ രാത്രി നമ്മൾ വായിച്ച കുറിവാക്യമാണ്. ആ രാത്രി പൗലോസ് നന്നായി ഒന്ന് തകർന്നു കാണും. ഹല്ലേലൂയ. പൗലോസ് നന്നായി ഒന്ന് ഉടഞ്ഞു കാണും. പൗലോസ് പറഞ്ഞപ്പാ, ഞാൻ എന്തിനാപ്പാ ഇവരുടെ ഇടയിൽ വീണ്ടും വീണ്ടും ഈ സുവിശേഷം, അംഗീകരിക്കപ്പെടാത്ത ഈ സുവിശേഷം ഞാൻ ഇവരോട് പറയുന്നത്? ഞാൻ പോവാപ്പാ, എനിക്ക് ഈ അതികഠിനമായ ബുദ്ധിമുട്ട് എനിക്ക് വയ്യ. ഞാൻ ജാതികളുടെ ഇടയിലേക്ക് പോവാം. അവര് കുറച്ച് വിശ്വസിക്കും. എന്റെ സ്വന്തം ജനമാ, ഇവർ വിശ്വസിക്കുന്നില്ല. എന്റെ സ്വന്തം ജനമാ, ഇവരെ ഒന്ന് രക്ഷിക്കണമെന്ന് എനിക്കുണ്ട്, പക്ഷെ ഇവരെ ഏറ്റെടുക്കുന്നില്ല. ഞാൻ എന്തോ ചെയ്യട്ടെ? ഞാൻ പോട്ടെ കർത്താവേ, ഇവരെന്നെ കൊല്ലും. അതുകൊണ്ടല്ലേ നമ്മൾ വായിച്ച വാക്യത്തിൽ പറയുന്ന, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല എന്ന്. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെയല്ലേ നമ്മൾ വായിച്ച വാക്യം? എന്താ സംഭവിച്ചെന്നറിയോ? ഇദ്ദേഹം നന്നായി ഒന്ന് തകർന്നു ഉടഞ്ഞു. ഞാൻ ഓർക്കുന്നു ഇദ്ദേഹം രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്നിട്ടുണ്ടാവും. ഇദ്ദേഹം അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദർശനം കണ്ടു. ഹല്ലേലൂയ. ആ ദർശനത്തിൽ യേശു കർത്താവ് ഇദ്ദേഹത്തോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. നീ മിണ്ടാതിരിക്കരുത്. അപ്പൊ ഇനി ഇവിടെ മിണ്ടാതിരിക്കാന്ന് അദ്ദേഹം വിചാരിച്ചു കാണും. പറഞ്ഞു, മിണ്ടാതിരിക്കരുത്, പ്രസംഗിക്ക. ഹല്ലേലൂയ. പ്രസംഗിക്ക എന്ന് പറഞ്ഞു. ആരെക്കുറിച്ച്? യേശു കർത്താവിനെ കുറിച്ച്, അവന്റെ നാമത്തെ കുറിച്ച് പ്രസംഗിക്ക എന്ന് പറഞ്ഞു. അങ്ങനെ പ്രസംഗിക്കാനായി ഇദ്ദേഹം എന്ത് ചെയ്തു? ഇദ്ദേഹം തീരുമാനിച്ചു. ദർശനത്തിൽ ദൈവം ഇടപെട്ടു. അദ്ദേഹം പ്രസംഗിക്കാൻ തീരുമാനിച്ചു. 18-ന്റെ 9, 10 വാക്യങ്ങൾ നമ്മൾ വായിച്ച കുറിവാക്യമാണ്. ദർശനത്തിൽ ദൈവം ഇടപെട്ടു. അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഒരാണ്ടും 6 മാസവും അവൻ അവിടെ ശുശ്രൂഷിച്ചു എന്നാ. അവരുടെ ഇടയിൽ ദൈവത്തെ പ്രസംഗിച്ചു എന്നാ. രാത്രി എന്തോ പറഞ്ഞെന്നറിയോ? ഞാൻ അവസാനിച്ചു എന്നാ പറഞ്ഞത്. ഹല്ലേലൂയ. ഞാൻ തീർന്നു എന്നാ പറഞ്ഞത്. കർത്താവ് പറഞ്ഞത് 1.5 വർഷം ഇവിടെ ശുശ്രൂഷിക്കാനുള്ളവനാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ശബ്ദത്തിൽ പോയേക്കണം. എന്താണെന്നറിയോ? നമ്മൾ പറയും തീർന്നു എന്ന്. ദൈവം അങ്ങനല്ല പറഞ്ഞിരിക്കുന്നത്. ദൈവം എന്താ പറഞ്ഞെന്നറിയോ? നീ ഒറ്റയ്ക്കല്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയാ, ഞാൻ കൂടെ ഉണ്ട് എന്ന്. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ എവിടെ ദർശനം, നമുക്ക് ദർശനം എവിടെ നിന്നാ കിട്ടിയത്? നമുക്ക് നല്ല ഉറപ്പുണ്ട്, നമ്മൾ പ്രാപിച്ച ദർശനം ഉയരത്തിന്നാ. സഹോദരങ്ങളോ നമ്മുടെ ബന്ധുക്കളോ ഒന്നും കൊണ്ടുവന്ന ദർശനമല്ലെന്നേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ദർശനമാ, ഉയരത്തിൽ നിന്നാ നമ്മളത് പ്രാപിച്ചത്. ആർക്കും അത് ഖണ്ഡിക്കാൻ കഴിയുന്നതല്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാനത് ചിന്തിച്ചു. ആ ദർശനത്തിൽ ഇടപെട്ടു. നല്ല തകർന്നിരുന്ന മനുഷ്യനെ കർത്താവ് ഒന്ന് ഉണർത്തി. അതിന്റെ 21, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 21-ാം അധ്യായം, അതിന്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഞങ്ങൾ ഷോർ വിട്ട് കപ്പലോട്ടം തികച്ചു. വന്ദനം ചെയ്ത് ഒരു ദിവസം അവരോട് കൂടെ പാർത്തു. യെസ്, എന്താണെന്നറിയോ? ഇതെല്ലാം കഴിഞ്ഞ് ഇനി 21-ാം അധ്യായം എത്തുമ്പോൾ ഇദ്ദേഹം സോരിൽ ചെന്നു. അവിടുത്തെ സഹോദരന്മാരെ കണ്ടു. അവരെ വന്ദനം ചെയ്തു, അവരെ ആശ്വസിപ്പിച്ചു, വചനത്താൽ ബലപ്പെടുത്തി. അതിനുശേഷം ഇദ്ദേഹം തൊലമായിസിൽ ചെന്നു. അവിടെ ചെന്ന സഹോദരന്മാരെ, വിശ്വാസികളെയൊക്കെ കണ്ടു. അവിടെ നിന്ന് അദ്ദേഹം കൈസരിലേക്ക് യാത്ര ചെയ്തിട്ട് അദ്ദേഹം അവിടെ ചെന്ന് ഫിലിപ്പോസിന്റെ വീട്ടിൽ താമസിച്ചു. ഫിലിപ്പോസിന് 4 പ്രവചിക്കുന്ന മക്കളുണ്ട്, ദൈവമക്കളുണ്ട്. ആ മക്കൾ എന്ത് ചെയ്തു? അദ്ദേഹത്തോടൊരു പ്രവചനം അറിയിച്ചു. നിന്നെ ബന്ധിതനാക്കുമെന്നുള്ള ഒരു പ്രവചനം പറഞ്ഞു. ഇദ്ദേഹം എന്തോ ചെയ്തു? ഇങ്ങനെ കേട്ടിട്ട് അവരെല്ലാം കരഞ്ഞു, വിലപിച്ചു, പ്രശ്നങ്ങളൊക്കെ അവർ സങ്കടപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഞാൻ യെരൂശലേമിലേക്ക് പോവുകയാണ്. ഹല്ലേലൂയ, ഞാൻ യെരൂശലേമിലേക്ക് പോവുകയാണ്. അദ്ദേഹം യെരൂശലേമിലേക്ക് പോയി. യെരൂശലേമിലേക്ക് പോയപ്പോൾ ആസിയയിൽ നിന്നുള്ള യഹൂദന്മാർ വന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തായി നമുക്ക് കാണാം. പിന്നീട് അങ്ങോട്ടുള്ള അധ്യായങ്ങൾ വായിച്ചാൽ വിസ്താരങ്ങൾ കാണാം. അങ്ങനത്തെയുള്ള അതൊന്നും കർത്താവ് എന്നോട് പറയത്തുണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 23-ാം അധ്യായം 11-ാമത്തെ വാക്യം ഒന്ന് വായിക്കുമ്പോൾ, ഒന്ന് വായിച്ചാട്ടെ സിസ്റ്ററെ. 23-ന്റെ 11 ഒന്ന് വായിച്ചാട്ടെ. രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്ന്, ധൈര്യമായിരിക്കുക, നീ എന്നെക്കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്നറിയിച്ചു. താങ്ക് യു സിസ്റ്റർ. എന്താണെന്നറിയോ? 18-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ എന്തോ പറഞ്ഞെന്നറിയോ? ദർശനത്തിലാ വന്നത്. 18-ന്റെ 9-10 ദർശനത്തിലാ വന്നേന്ന്.
പക്ഷേ ഇവിടെ ഒന്ന് വായിച്ചേ 23:11 എങ്ങനെയാണെന്നറിയോ? അരികെയാ നിൽക്കുന്ന. ഹല്ലേലൂയ, ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി ഗോഡ്. എങ്ങനെയാണെന്നറിയോ? അവൻ ദർശനത്തിലൊന്നും വരത്തില്ല, നിന്റെ അടുക്ക വന്നിട്ട് പറയും, പൗലോസേ ഇനി അങ്ങോട്ടുള്ള എല്ലാത്തിലും ഞാൻ നീ ഒരുമിച്ചാന്ന്. ആ ബലമാ നമുക്ക് വേണ്ടത്, അല്ലേ? കർത്താവ് ദർശനമൊന്നും പറഞ്ഞില്ല, വാക്കൊന്നും പറഞ്ഞില്ല, അരികെ നിന്നിട്ട് പറഞ്ഞ് ധൈര്യമായിരിക്കെ. വേറൊന്നും പറഞ്ഞില്ല, ആരും നിന്നെ കയ്യേറ്റം ചെയ്യില്ല എന്ന് പറഞ്ഞില്ല, നിനക്ക് ഒന്നും പ്രശ്നം വരില്ല, അങ്ങനൊന്നും പറഞ്ഞില്ല. ധൈര്യമായിരിക്കെ. എന്താണെന്നറിയോ? ഇനി എന്ത് സംഭവിച്ചാലും ഞാൻ നീ ഒരുമിച്ച. ഹല്ലേലൂയ. ആരെങ്കിലും ഇതിനകത്ത് ഞാൻ ഏകനാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം നിങ്ങളോടാ ഈ ദൂത്. ഹല്ലേലൂയ. ആരെങ്കിലും പറയുന്നുണ്ടോ എനിക്ക് ശുശ്രൂഷയുടെ ഒരു ലെവൽ അപ്പ് വരണം, ഹല്ലേലൂയ, എനിക്കൊരു അപ്പ് വരണം കർത്താവേ, ഞാൻ ഒരു ലെവൽ കൂടി മേലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ നിന്നോടാ ഈ ദൈവവാക്ക്. ഹല്ലേലൂയ. നീ തനിച്ചല്ല, നീ ദർശനം കണ്ടോ, ദർശനം വെളിപ്പാടും കണ്ടാണോ നീ ഇറങ്ങിയത്? ഹല്ലേലൂയ. നീ തകർന്നു പോകില്ല. കാരണം എന്താണെന്നറിയോ? അവനിപ്പോൾ ദർശനത്തിലല്ല, നിന്റെ കൂടെ ആയിരിക്കുന്നേ. ഹല്ലേലൂയ. നിന്റെ കൂടെ ആയിരിക്കുന്നേ. ഒരു വാക്യം പറഞ്ഞു പോകാതെ ദൈവം എന്നെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് മാത്രം ഞാനൊന്ന് പറയട്ടെ. ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. രാജാവ് ഒരു ബിംബം ഉണ്ടാക്കി, അല്ലേ? രാജാവ് ഒരു ബിംബം ഉണ്ടാക്കി. ഈ ബിംബത്തെ എന്തോ ചെയ്യണം? സേവിക്കണം. സ്വർണ്ണബിംബം, രാജാവിന്റെ ബിംബത്തെ സേവിക്കണം എന്ന് പറഞ്ഞു. ശദ്രക്, മേശക്, അബേദ്നെഗോ ഈ 3 ബാലന്മാരെയും കൂടെ എന്ത് പറഞ്ഞു? ഞങ്ങൾ ഇതിനെ വണങ്ങുകയല്ല. എന്ത് വന്നാല് കർത്താവിന്റെ പ്രമാണം വിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആകെ പ്രശ്നമായി. ഇവരെല്ലാം കൂടെ ഒന്നാമതേ ഇവരെ ഇഷ്ടമല്ല. ഇവരെന്തോ ചെയ്തു? തീച്ചൂളയ്ക്കകത്ത് കൊണ്ടിട്ടു. ഹല്ലേലൂയ. തീച്ചൂളയ്ക്കകത്ത് കൊണ്ടിട്ടപ്പോൾ 3 പേരാണോ അവിടെ കണ്ടത്? 4-മനായ ഒരുവൻ വന്നു, അല്ലേ? ഹല്ലേലൂയ. 4-മനായ ഒരുവൻ വന്നു. നിങ്ങൾ ഇത് എങ്ങനെ എടുക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ ദൈവം എന്നെ ഫോഴ്സ് ചെയ്യുന്നോണ്ട് പറയുന്നയാ. ആരെങ്കിലും ഇത്രയധികം പ്രശ്നത്തിലുണ്ടോന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ തീച്ചൂളയ്ക്കകത്താണെങ്കിലും ലിറ്ററലി അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നു. 4-മനായി, ദി സൺ ഓഫ് ഗോഡ് എന്ന് എഴുതിയിരിക്കുന്നത്. ദൈവപുത്രൻ. അവനവന്റെ ദൂതനെ ഒന്നും അയച്ചെന്ന് അവിടെ എഴുതിയിട്ടില്ല, അവൻ തന്നെ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. പൗലോസേ, കഴിഞ്ഞ രാത്രികാലം നീ തകർന്നില്ലേ? 1.5 വർഷം നീ അവിടെ പ്രസംഗിച്ചില്ലേ? ന്യായാധിപന്മാരുടെ മുമ്പിൽ നീ നിന്നില്ലേ? രാജാക്കന്മാരുടെ മുമ്പിൽ നീ തകർന്നില്ലേ? എന്നാൽ നീ ഭയപ്പെടേണ്ട. ഇന്ന് ദർശനത്തിലല്ല, ഞാൻ നിന്റെ അടുക്കലാ നിൽക്കുന്നത്. ഹല്ലേലൂയ. കണ്ണുകൾ അടയ്ക്കാമോ? കർത്താവിനെ ഇത്ര ഏൽപ്പിച്ചിട്ടുള്ളൂ. എന്നെ ഏൽപ്പിച്ചതിൽ കൂടുതലൊന്നും പറയാൻ എനിക്കില്ല. നിങ്ങളൊന്ന് കണ്ണുകൾ അടച്ചാട്ടെ. ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രൈസ് യു ലോർഡ്. താങ്ക് യു ഹോളി ഗോഡ്. കർത്താവേ, അവരുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ മുറ്റുമായി താഴ്ത്തുന്നപ്പാ. ഞങ്ങൾക്ക്